നമസ്കാരം ആർപി. നമസ്കാരം. കേരളം, തമിഴ്നാട്, ബംഗാൾ മൂന്നിടത്തെയും ഏകാധിപതികൾ തുന്നം പാടി ഇനി വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ്. ഒരാൾ വീട്ടിലിരിക്കില്ല, ഞാൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കസേരയിൽ കടിച്ച് പിടിച്ച് കിടക്കുകയാണ്. ഒപ്പം കൊലപാതകങ്ങൾ, ചന്ദ്രനാഥിൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കൊലപാതക പരമ്പരകൾ സൃഷ്ടിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുവാൻ ശ്രമം നടത്തുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടാൻ വേണ്ടിയിട്ട് ആരും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ചിന്താ ഫ്ലാറ്റിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. സ്റ്റാലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ത് പറയുന്നു? അല്ല, ഈ വളരെ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. ഇതിപ്പോൾ നമ്മൾ BJPയുടെ വിജയത്തെക്കുറിച്ച് അവരധികാരത്തിൽ വരുന്നതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ ചർച്ച നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഹരി ചൂണ്ടിക്കാണിച്ച പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപതികൾ എന്ന് തന്നെ, ജനാധിപത്യ സമ്പ്രദായത്തിലെ ഏകാധിപതികൾ എന്ന് വിളിക്കാവുന്ന 3 പേരാണ് കടപുഴകി വീണിരിക്കുന്നത്. ഇതിലെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് ഇനി MLA പോലുമല്ല. കുളത്തൂരും അതേപോലെ ഭവാനിപ്പൂരിലും സ്റ്റാലിനും അമതയും യഥാക്രമം 2 പേരും തോറ്റുപോയി. 2 പേരും MLA പോലുമല്ല. അതായത് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഇല്ലാതായി. ഇനി പിണറായി വിജയൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ധർമ്മടത്ത് അദ്ദേഹത്തിൻ്റെ വിജയം ഒരു വിജയമാണെന്ന് തന്നെ പറയാൻ പറ്റുമോ? 15 റൗണ്ട് ഉള്ളതിൽ ആദ്യത്തെ 6 റൗണ്ടിൽ അദ്ദേഹം പിന്നിലായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏകാധിപതികൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് വളരെ കൃത്യമായി ജനങ്ങൾ തീരുമാനിച്ച ഒരു ഇലക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടപുഴകി വീണ ഈ ഏകാധിപതികളൊക്കെ തന്നെയാണ് മോദിയെ എപ്പോഴും ഫാസിസ്റ്റ് ഏകാധിപതി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ഏകാധിപത്യ സ്വഭാവവും ഈ പറയുന്ന അക്രമ സ്വഭാവവും കാണിച്ചവർ ഇപ്പോൾ ജനങ്ങൾ അവരെ വീട്ടിലിരുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതെ, അത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇനി പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരണമെന്ന് വാദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതൊരിക്കലും വേണ്ട, ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും വാദിക്കുന്ന അവരുടെ ചില ആൾക്കാരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം എന്നത് അംഗീകരിക്കുന്നു. കാരണം പാർട്ടി കേന്ദ്രങ്ങളിലടക്കം പാർട്ടി ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെയും പരാജയപ്പെടാത്ത പയ്യന്നൂരും തളിപ്പറമ്പും പോലുള്ള മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടതിന് ഉത്തരവാദി പിണറായി വിജയനാണ്. തീർച്ചയായും പിണറായി വിജയൻ ഒരു അധികാര സ്ഥാനങ്ങളിലേക്കും ഇനി വരാൻ പാടില്ല എന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. പക്ഷേ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ചില ആൾക്കാരുണ്ട്. അവർക്കിനി എന്നാണ് നേരം വെളുക്കുക? ഈ ന്യായീകരണ ക്യാപ്സുകൾ എന്നാണ് അവസാനിക്കുക? അല്ല, തീർച്ചയായിട്ടും അത് ന്യായീകരണ ക്യാപ്സുകളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ്റെ തകർച്ചയും വീഴ്ചയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലാസിക്കാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾക്ക് അവരവരുടെ രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ ഇവിടെ അതിന് അക്രമമൊന്നുമില്ല. കാരണം ഇത് ജനാധിപത്യ ജനാധിപത്യമാണല്ലോ. അതുകൊണ്ട് പക്ഷേ ജനങ്ങൾ കിട്ടിയ അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ചാപ്പ കുത്തി വീട്ടിലിരുത്തി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇറക്കി വിട്ടു എന്നുള്ളതാണ് അധികാരത്തിൽ നിന്നും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഈ ധർമ്മടത്തെ ബൂത്ത് ലെവലിലുള്ള ഒരു കണക്കൊന്ന് പരിശോധിച്ചാലാണ് നമുക്ക് മനസ്സിലാകുക. വളരെ കൃത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, ഇത് സത്യമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എൻ്റെ ഒരു അവകാശവാദം പോലുമല്ല, പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ കമ്മിറ്റഡായിട്ടുള്ള പാർട്ടിയുടെ കേഡർ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് വോട്ട് മറിച്ച് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു തോൽവിയും ഇങ്ങനെയൊരു ഭൂരിപക്ഷം കടന്നുകൂടുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി സ്ട്രോങ് ഹോൾഡുമാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ വോട്ട് അവർക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാൻ രഹസ്യമായിട്ട് അങ്ങനെ ഒരു പാരലൽ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് 100% ഉറപ്പാണ്. CPM അത് അന്വേഷിക്കും. ബൂത്ത് ലെവലിൽ പാർട്ടിയുടെ ഒരു സ്ഥിതി കാണുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷിക്കുക. അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്തിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. കാരണം ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് പാർട്ടി വലിയ ചർച്ച നടക്കുന്നു. CPI ആദ്യം കലാപക്കൊടി ഉയർത്തി. CPMൽ തന്നെ എല്ലാ നേതാക്കന്മാരോടും നിങ്ങളൊന്നും ഇനിയും ഭയമില്ലാതെ സംസാരിക്കൂ. അപ്പോൾ ഇതുവരെ ഭയന്നു എന്ന് ഗോവിന്ദൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഭയമില്ലാതെ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഭയമില്ലാതെ സംസാരിച്ചു. പക്ഷേ ഇതുവരെ ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ശരിയാണ്, തെറ്റുകൾ പറ്റി, അതുകൊണ്ടാണ് ജനങ്ങൾ നമ്മളെ ശിക്ഷിച്ചത്
എന്നൊരു വാചകം, ഒരു റിപ്പൻറ്റൻസ് ഇതുവരെ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ല ഇതുവരെ. അല്ല, അതവരൊരിക്കലും നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരും. എത്തരത്തിലുള്ള രാഷ്ട്രീയ വാചകങ്ങളും അവകാശവാദങ്ങളും മാത്രമാണ് പറയുന്നത്. അല്ല, അതൊരിക്കലും അവർ സമ്മതിക്കില്ലല്ലോ. പരാജയപ്പെട്ടു എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പരാജയപ്പെട്ടെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. കൊലപാതകം ചെയ്തതൊന്നും സമ്മതിക്കില്ല. ടി.പി. ചന്ദ്രശേഖരനെ കൊലപാതകത്തിന് ശേഷം അവർ പറഞ്ഞ ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ തത്വമി ന്യൂസ് തന്നെ ഈ പിണറായി വിജയൻ ധർമ്മടത്തേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. ആദ്യത്തെ യാത്ര തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നൊരു യാത്ര. ആ തിരഞ്ഞെടുപ്പ് സഞ്ചരിക്കുന്ന യാത്രാവേളയിൽ ധർമ്മടത്ത് എത്തിയതിന് ശേഷം ആൾക്കാരുടെ റിയാക്ഷൻസ് വെച്ച് തത്വമി ന്യൂസിൻ്റെ അന്നൊരു വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ ആ വാർത്തയിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു കാണിച്ചു എങ്ങനെയാണ് ജനങ്ങൾ ഈ പിണറായി വിജയൻ്റെ കാറിന് നേരെ പുച്ഛത്തോടു കൂടി ഒരൊറ്റ മനുഷ്യരില്ല ആ വാഹനവ്യൂഹം കടന്നു വന്നപ്പോൾ. സാധാരണഗതിയിൽ എനിക്ക് അത്ഭുതമാണ്. കാരണം ഇവരൊന്നും ആകാശത്തു നിന്ന് കെട്ടിയിറക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊന്നുമല്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ വലിയ സൗകര്യത്തിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടൊന്നും ജനിച്ച ആളുമല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോഴും ഈ പൾസ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള അത്ഭുതമാണ്. ഈ 40 കാറുകൾ 30 കാറുകളുടെയൊക്കെ അകമ്പടിയോടുകൂടി കേരളത്തിലൂടെ പോകുമ്പോൾ അത് ജനങ്ങൾക്കത് വെറുപ്പുണ്ടാക്കുമെന്നുള്ള പ്രാഥമികമായ കാര്യം പോലും എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. അധികാരം മനുഷ്യനെ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് അന്ധനാക്കിയ ഒരു സന്ദർഭമായിരിക്കാം ഇത്. അല്ല, ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു സാധാരണഗതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി വന്ന ആൾക്കാർക്കെല്ലാം ജനങ്ങളുമായി അടുത്ത സമ്പർക്കം ചെലുത്തിയ ഒരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നീണ്ട 16 വർഷക്കാലം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിനൊപ്പം ചുറ്റും കൂടിയിരുന്ന ആൾക്കാർ പുകഴ്ത്തലുകൾ കൊണ്ട് ആയിരുന്നു ഇദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നത്. അപ്പോൾ തന്നെ അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അച്യുതാനന്ദൻ ഇത് ശരിയല്ല, പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് നിരന്തരം വാദിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ആ നിരന്തരം വാദിക്കുമ്പോഴും ഇദ്ദേഹത്തെ പിന്താങ്ങുവാനും പിന്തുണയ്ക്കുവാനും വേണ്ടിയിട്ട് പാർട്ടിയിലെ ഒരു വലിയ ബഹുഭൂരിപക്ഷം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് വലിയ വില കൊടുക്കേണ്ടി വന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇന്ന് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ വാർത്തകൾ അനുസരിച്ചാണ് ഇപ്പോഴും അദ്ദേഹം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സർക്കാരിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ജനങ്ങളോട് ഒരു ക്ഷമാപണം നടത്തിയാൽ എന്ത് തെറ്റാണ്? അത് ജനാധിപത്യത്തിൽ വളരെ സൗന്ദര്യമുള്ള ഒരു നിലപാടായിരിക്കും അത്. ശരിക്കും പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം മാപ്പ് പറയേണ്ടതെന്നാണ് RP എൻ്റെ ഒരു വാദം. ശരിക്കും പിണറായി വിജയനാണ് ഇതൊരു പിണറായിസത്തിൻ്റെ പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പിണറായി കാരണമാണ് ഈ ഒരു പരാജയം ഉണ്ടായത്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. പറഞ്ഞൊക്കെ വളരെ ശരിയാണ്, പിണറായി കാരണമാണ്. പക്ഷെ പിണറായി എന്നുള്ള ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ എന്നും കൂടെ നോക്കണം. കാരണം പിണറായി ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരത്തിൽ തഴച്ചു വളർന്ന ഒരു സിസ്റ്റമുണ്ട് പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിനകത്തും. അതും അദ്ദേഹം ഉണ്ടാക്കിയ സംസ്കാരമാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്നലെ മുതൽ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ, അതായത് CPM അങ്ങ് തീരുമാനിച്ചു, അല്ലെങ്കിൽ CPMൻ്റെ നിരീക്ഷണം ഇതാണ്. അതായത് വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്തതിലൂടെ CPMന് വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് വെള്ളാപ്പള്ളിയുടെ നിലപാടുകളില്ലായ്മയോടോ ഈ ചാഞ്ചാട്ടത്തോടോ വായി തോന്നുന്ന പറയുന്നതിനോടോ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു യോജിപ്പുമില്ല. എനിക്ക് തീരെ ഇഷ്ടം ഉള്ള ഒരു ക്യാരക്ടറും അല്ല. പക്ഷേ അദ്ദേഹം ഒരു വലിയ ഹിന്ദു സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം കാരണമാണ് പിണറായി വിജയന് ഈ വലിയ തിരിച്ചടി ഉണ്ടായത് എന്ന് വരുത്തി അദ്ദേഹത്തിലേക്ക് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ചുരുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ മറ്റ് പലതിനെയും മറച്ചു വെക്കാനുള്ള ശ്രമം കൂടിയാണ്. അതായത് ഒരു ഹിന്ദു നേതാവിനെ അല്ലെങ്കിൽ ഒരു ഹിന്ദു സമുദായത്തെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തോൽവിയാണ് എന്നുള്ള ഒരു സന്ദേശം കൂടിയല്ലേ അത് കൊടുക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു സംശയമുണ്ട്. അതായത് അദ്ദേഹത്തെ വർഗീയവാദി, വർഗീയ വിഷം എന്ന് നിരന്തരം മാധ്യമങ്ങളിലൂടെ മാധ്യമപ്രവർത്തകരും പല രാഷ്ട്രീയക്കാരും ഇങ്ങനെ വിളിക്കുകയാണ്. അദ്ദേഹം വർഗീയമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ വലിയ തലയിൽ കൊണ്ട് നടക്കുന്ന ഇടത് മുന്നണിയാണെങ്കിൽ പോലും, അതായത് നാളെ മുസ്ലിം ലീഗ് ഇടത് മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് മാത്രമല്ല, ഇന്ന് മുസ്ലിം ലീഗ് UDF നിന്നിട്ട് പോലും മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ CPMന് മടിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്.
ആ മുസ്ലിം ലീഗിൻ്റെ പ്രകടനത്തിലാണ് അമ്പലനടയിൽ കെട്ടിത്തൂക്കി കത്തിക്കുമെന്നൊക്കെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ആ മുസ്ലിം ലീഗ് മാറാട് കലാപത്തിലെടുത്ത നിലപാട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ആ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരുടെയും വർഗീയമായ പരാമർശങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അത് KM ഷാജി മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന് കുഴപ്പമില്ല. എല്ലാ കുഴപ്പവും വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകൾക്ക് മാത്രമാണ്. ഈ ഇരട്ടത്താപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഇതിൻ്റെ ഇടയിലൂടെ ഇവർ ഒളിച്ചു കടത്തുന്നുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുക. തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും ഒരു ഇരയുടെ ആവശ്യമാണ്. ഇപ്പോൾ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ അവർ കണ്ടെത്തിയ ഒരു ഇര തന്ത്രിയായിരുന്നു. ഇവിടെ ഇപ്പോൾ കണ്ടെത്തുന്ന ഒരു ഇര വെള്ളാപ്പള്ളി. നമ്മൾ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോടെ യോജിക്കുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളിയിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ മറ്റു പലരും രക്ഷപ്പെടുകയാണ്. അല്ല, ഇത് ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു രീതിയിൽ കൂടി ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശം. അതല്ലാതെ മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് SDPI ഇവരെ പിന്തുണയ്ക്കുന്നത്? നിയമത്തൊക്കെ SDPI ഇവരെ പിന്തുണച്ചിരുന്നത് പല മണ്ഡലങ്ങളിലും. അത് മറികടക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതെ, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. വളരെ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന അവരുടെ ഒരു ഇര, ഒരു അതായത് എന്താ പറയുക, ഒരു ബലിയാട് എന്ന് പറയുമ്പോൾ അവർ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്, ഒരു ടൂൾ. എന്തെങ്കിലും വെള്ളാപ്പള്ളി മാത്രമാണ് കേരളത്തിലെ വർഗീയ വിഷജീവി എന്നൊക്കെയാണ് അദ്ദേഹത്തെ ഇത് വിശേഷിപ്പിക്കുന്നത്. ചില മാധ്യമപ്രവർത്തകർ പോലും ലൈവ് ഷോയിൽ വിഷജീവി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിലും കൊടും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന മറ്റ് പാർട്ടികളിലെ നേതാക്കന്മാരുണ്ട്. ഈവൻ മുസ്ലിം ലീഗുണ്ട്. PDPയോട് തീർച്ചയായിട്ടും സ്റ്റേജ് പങ്കിട്ടിരുന്ന PDPയെ അച്യുതാനന്ദനെ കണ്ടപ്പോൾ പോലും പിണറായി വിജയൻ സീറ്റിൽ നിന്ന് എണിക്കാത്ത പിണറായി വിജയൻ, അഭിവാദ്യം കൊടുക്കാത്ത പിണറായി വിജയൻ മദനി സ്റ്റേജിൽ വന്നിട്ട് എണീറ്റ് നിന്നു. അത്തരത്തിൽ ഒരു ബഹുമാനം കൊടുത്ത് മദനിയുടെ സംഭാവന എന്തായിരുന്നു കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ ചരിത്രത്തിൽ? ഇങ്ങനെ കൊടും ഭീകരവാദികൾക്ക് പോലും പിന്തുണയും അവർക്ക് വേണ്ടിയിട്ടുള്ള ബഹുമാനം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് സ്വയം അവകാശവും മറ്റു ചില ആൾക്കാരും പറയുന്നുവെങ്കിലും നിരവധി ഹിന്ദുക്കൾ സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളത് മറ്റൊരു വസ്തുത. കുറച്ചധികം ഹിന്ദുക്കളെങ്കിലും സത്യം തിരിച്ചറിഞ്ഞു. പക്ഷേ ഏറ്റവും അധികം ഹിന്ദുക്കൾ പിന്തുണച്ചിരുന്ന, വോട്ട് ചെയ്തിരുന്ന പാർട്ടി എക്കാലത്തും എടുത്ത നിലപാടുകളെല്ലാം തന്നെ രാജ്യവിരുദ്ധവും അതോടൊപ്പം തന്നെ ഈ ഭീകരവാദികൾക്ക് കുടപിടിക്കുന്നതുമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ടാർഗറ്റ് ചെയ്തതും തന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതും വ്യക്തമായ പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. പിണറായിയുടെ പരാജയത്തിന് CPMൻ്റെ തിരിച്ചടിക്കൊക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോഴും ഇത് ഒന്ന് ഓൺ ചെയ്യാൻ ജനങ്ങളോട് അതിനൊരു ക്ഷമാപണ രൂപത്തിൽ 2 വാക്ക് പറയാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു വാക്ക്, ഞാൻ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് നിരവധി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതിശക്തമായ തിരിച്ചടി അത് ഒരു ജനാധിപത്യത്തിൽ പറയേണ്ടതാണ്. പക്ഷെ ഇതിലും മൂത്ത ഇനങ്ങളാണ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, കുറച്ച് കിഴക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മമതയും, അതല്ലെങ്കിൽ അപ്പുറത്ത് സ്റ്റാലിനും എന്ന് പറയുന്നത്. സ്റ്റാലിൻ കുറച്ചുകൂടെ ഭേദമാണെന്ന് ഞാൻ പറയും. പക്ഷെ സ്റ്റാലിനും ഇതുവരെ തെറ്റുകൾ പറ്റി എന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റാലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഓടിക്കുകയായിരുന്നില്ലേ? സ്റ്റാലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുകയായിരുന്നു. പക്ഷെ സ്റ്റാലിനും ഇതുവരെ തെറ്റുപറ്റിയെന്ന്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ചെയ്തു, ഉടൻ രാജിവെച്ചു. ഞങ്ങൾ ശക്തമായ ഓപ്പോസിഷനായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. ഈ ഓപ്പോസിഷനായിട്ട് ഇരിക്കും, ഞങ്ങളെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞത് സ്റ്റാലിനും ഈ പറഞ്ഞ പോലെ MLA പോലും അല്ല. രൂപീകരിക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വേറൊരു പൊളിറ്റിക്സാണ്. കാരണം AIDMKയുമായിട്ട് ചേർന്ന് സർക്കാർ വല്ലതും ഉണ്ടാക്കിയ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലും. കാരണം ഇത്രയും വർഷങ്ങൾ AIDMK തെറി വിളിച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ വിജയിനെ മാറ്റി നിർത്താൻ വേണ്ടി AIDM അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ജനം ഓടിച്ചിട്ട് തല്ലും. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷം. പക്ഷേ അറ്റ്ലീസ്റ്റ് രാജിവെക്കുകയും ഞങ്ങൾ തോൽവി അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ മമതാ ബാനർജി അതുപോലും ചെയ്തിട്ടില്ലെന്നേ. അല്ല, മമതയ്ക്ക് വലിയ ഭയമുണ്ട്. കാരണം മമത നടത്തിയ ദീർഘനാളത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലും ഉണ്ട്. അങ്ങനെ ആ ഭീകരവാദത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് മമത കളിച്ച കളികൾ മൊത്തമാണ് എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. അവർക്ക് തലയ്ക്ക് ചെറിയ അധികാരഭ്രാന്തും കാരണം ഈ 15 വർഷമായി ഈ പറഞ്ഞതുപോലെ തലയ്ക്ക് അല്പം സ്ഥിരതയുള്ള ആരെങ്കിലും പറയുമോ ഞാൻ രാജിവെക്കത്തില്ല, എന്നെ ഡിസ്മിസ് ചെയ്തു? ഭരണഘടനയെക്കുറിച്ചോ രീതികളെക്കുറിച്ചോ അറിയാവുന്നവർ ആരും അത് പറയത്തില്ല. കാരണം മുഖ്യമന്ത്രിയെ ഡിസ്മിസ് ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത്?
മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് ഗവർണറുടെ പ്ലഷറിലാണ്. ഗവർണർ അസംബ്ലി ഡിസോൾവ് ചെയ്യും. അസംബ്ലി ഡിസോൾവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ മുഖ്യമന്ത്രി അല്ലാതാകുകയാണല്ലോ, ഇല്ലേ? കാവൽ മന്ത്രിസഭ തുടരാൻ ഗവർണർ ആവശ്യപ്പെടും. ഗവർണറോട് ഇനി ഗവർണർ പറയാണ് നിങ്ങൾ കാവൽ മന്ത്രിസഭ വേണ്ട, ഞാൻ നോക്കിക്കോളാം, രാഷ്ട്രപതി ഭവൻ ഭരണം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഇല്ലില്ല, ഞാൻ കാവൽ മന്ത്രിസഭയായിട്ട് ഇരിക്കാമെന്ന് പറയാൻ പോലും അധികാരമില്ല ഇവർക്ക്. അപ്പോൾ പറയാണ് എന്നെ ഡിസ്മിസ് ചെയ്യൂ, ഞാൻ രാജിവെക്കില്ല. ഇവർ തോറ്റ ആളാണ്, തോറ്റ MLA എന്നൊക്കെ പണ്ട് ഇന്നസെൻറ്റിൻ്റെ ഒരു കഥാപാത്രം പറയുന്ന പോലെ തോറ്റ MLA ആണ്. തോറ്റ MLAക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ സാധിക്കുക? അപ്പോൾ തീരെ വിവരമില്ലാത്ത രീതിയിൽ അക്രമാസക്തമായ രീതിയിലേക്ക് മമതാ ബാനർജി മാറിയിട്ടുണ്ട്. ഒരു തോൽവി ഒരാളിലുണ്ടാക്കുന്ന ആ ആഘാതമാണ് ഞാൻ. അല്ല, ഇത് ഇവര് ശരിക്കും ഇന്ദിരാഗാന്ധിയായി മാറാൻ ശ്രമം നടത്തുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇന്ദിരാഗാന്ധിയാണ് ഇതുപോലെ മുമ്പ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ ഇന്ത്യ അല്ലല്ലോ. അതെ അതെ. അല്ല, പണ്ട് സീതിവാരം പറഞ്ഞ പോലെ ആണുങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ്. അതെ. അല്ല, അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ചില സാധ്യതകൾ അവർക്കുണ്ടായിരുന്നു എന്ന് പറയാം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ ഒരു സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ്. ഇല്ല, അത് വെറുതെ ഒരു അരാജകത്വം ഉണ്ടാക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. മമതാ ബാനർജി കാണിക്കുന്നതൊക്കെ വട്ടത്തരമാണെന്ന് നമ്മളും പറഞ്ഞു, ശരിയാണ്. പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, മമതാ ബാനർജി സമയം എടുക്കുകയാണ്. അതായത് മമതയുടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നാളെ അവരുടെ പഴയകാല ചെയ്തികളിൽ പുറത്തു വരാതെ ഒരുപക്ഷെ ഫയലുകൾ നശിപ്പിക്കാനായിരിക്കാം, ഒരുപക്ഷെ സ്വന്തം സമ്പാദിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ അതിർത്തി കടത്താനുള്ള ശ്രമമായിരിക്കാം. എന്തായാലും അല്ലെങ്കിൽ മമതയുടെ സ്വന്തം ഗുണ്ടകളെ രാജ്യം വിടാൻ വേണ്ടി സഹായിക്കാൻ, അതിനൊക്കെ ആണെങ്കിലും സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഈ അരാജകത്വം സൃഷ്ടിക്കാൻ വലിയ ആക്രമണം ശ്രമിക്കുന്നു. എക്സാക്ട്ലി. അപ്പോൾ ഈ സംസ്ഥാനത്തെ ഒരു അരാജകത്വത്തിൽ നിർത്തിയാൽ അക്രമത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം സാധിക്കും. ആൾക്കാരെ അപ്പുറം കടത്താം, വേണമെങ്കിൽ പണവും മറ്റ് രേഖകളും അപ്പുറം കടത്താം, എന്തു വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ആവാം. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബാലൻസ് തെറ്റിയതായിരിക്കും ഇതിനാണ് കൂടുതൽ സാധ്യത. ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തനത്തിനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും 3 ഏകാധിപതികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന 3 രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായിട്ട് ജനങ്ങൾ നിരസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ നിഷ്കാസിതരാക്കിയിരിക്കുന്നു അധികാരത്തിൽ നിന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നാടകീയമായ തെരഞ്ഞെടുപ്പ് ഫലം ഒരുമിച്ച് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കുറവാണ്. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.